അപലപനം മാത്രം പോരാ. അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിയമപരവും നയതന്ത്രപരവുമായ മേഖലകളിൽ പ്രായോഗികമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഖത്തറിന്റെ പരമാധികാരത്തിനെതിരായ ഇസ്രായേൽ ഭീകരാക്രമണത്തോട് ശക്തമായ ഭാഷയിലാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് പ്രതികരിച്ചത്. ഫലസ്തീനിലെ മധ്യസ്ഥതയ്ക്കും സമാധാന ശ്രമങ്ങൾക്കും പേരുകേട്ട ഖത്തറിനെ ലക്ഷ്യം വെക്കുന്നത് നീതിയുക്തവും സമഗ്രവുമായ സമാധാനത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തെ ദുർബലപ്പെടുത്തും. ഹീനമായ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിക്കുകയും ഖത്തർ രാഷ്ട്രത്തോടും അതിന്റെ നേതൃത്വത്തോടും സർക്കാരിനോടും ജനങ്ങളോടും പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഖത്തറിന്റെ സുരക്ഷ മുഴുവൻ ഗൾഫ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് അഭിവാജ്യമാണ്. ഐക്യരാഷ്ട്രസഭ, സുരക്ഷാ കൗൺസിൽ, ജനറൽ അസംബ്ലി എന്നിവയ്ക്കുള്ളിലാണ് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കേണ്ടത്. കൂടാതെ ഇസ്രായേലിനെ അതിന്റെ കുറ്റകൃത്യങ്ങൾക്കും ലംഘനങ്ങൾക്കും ഉത്തരവാദിയാക്കാൻ അന്താരാഷ്ട്ര നിയമവശങ്ങൾ ഉപയോഗിക്കണം. അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയായ ഈ അപകടകരമായ പാത തടയാൻ ഒരുമിച്ച് പ്രവർത്തിക്കണം. അറബ് ഇസ്ലാമിക രാഷ്ട്രം ഐക്യത്തോടെ നിലകൊള്ളുകയാണെങ്കിൽ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാണെന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് ഈ യോഗം നടക്കുന്നത്. ജനങ്ങളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും നമ്മുടെ മാതൃരാജ്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗം അണികളുടെ ഐക്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശബ്ദത കൂടുതൽ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് ഖത്തറിലെ അറബ് ഇസ്ലാമിക അടിയന്തര ഉച്ചകോടിയിൽ വിശദമാക്കുന്നു.